അതെ, ആ വണ്ടിയുടെ കാര്യം കണ്ടിട്ടുണ്ട് ഈ വീഡിയോ. ഹലോ ഗായ്സ്, NC ഫാമിന്റെ റോഡ് ട്രിപ്പ് സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്നെസിന്റെ മനോഹര കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോസ് ഒന്ന് കയറി നോക്കുക. ഇനി ഞങ്ങൾ പോകുന്നത് NC ഫൗണ്ടർ യാത്രയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കോട്ട്ലൻഡിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് സ്കേറി റൂട്ട് എന്നറിയപ്പെടുന്ന ബലക്നാവ പാസിലൂടെയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തിരിച്ചു. 20 മൈലും കൂടെ ഉള്ളൂ ആപ്പിൾ ക്രോസ് പാസിലേക്ക് എത്താനായിട്ട്. ഏകദേശം 1 മണിക്കൂർ വെയിറ്റും കൂടെ വേണം. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വെച്ചാൽ UK തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ട് എന്നൊക്കെ അറിയുമ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അവിടുത്തെ ഡ്രോൺ ഷോട്ട് എടുക്കാനുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്കും ഉണ്ടായി. അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്കോട്ട്ലൻഡിന്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയി. സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ റോഡുകളിൽ ഒന്നായിരുന്നു ഈ ബലക്നാവ പാസ് എന്ന് പറയുന്നത്. ഒരുപാട് കുത്തിനെയുള്ള കയറ്റങ്ങളും ഹെയർ പിൻ വളവുകളും, ഓപ്പോസിറ്റ് നമുക്കൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി അവിടെ സ്റ്റക്കാണ്. പിന്നീട് ഈ ആപ്പിൾ ക്രോസ് എന്ന് പറയുന്ന ഒരു ചെറിയ തീരദേശ ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഈ ബലക്നാവ പാസിലൂടെയുള്ള യാത്ര. ലൈക്ക് ഈ ആപ്പിൾ ക്രോസിലേക്കുള്ള മെയിൻ ഒരു എൻട്രി റൂട്ട് തന്നെയാണ് ബലക്നാവ പാസ് എന്ന് പറയുന്നത്. മെറിക്ക് ചെറിയൊരു ആഗ്രഹം അന്താക്ഷരി കളിക്കാന്ന് വണ്ടിക്കകത്ത് ബോറടിച്ചിട്ട്, അല്ലെ കൊച്ചിന് ഉറക്കം വരുന്നു. പിന്നെ മെറി ടീം എങ്ങനെ? മെറി വേണ്ട വേണ്ട, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള എടുത്തോ. ഞാനും ടിൻസും മതി, അടിച്ചു തോപ്പിക്കും. ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. ടിൻസെ നമ്മൾ തോക്കോ ടിൻസെ? ആ, കൈ അടിച്ചു അടിച്ചടിച്ചടിച്ചു. ഞങ്ങള് ബലഹീനരാണല്ലോ, നിങ്ങൾ എങ്ങനെയല്ല പറഞ്ഞേ? അപ്പൊ നിങ്ങൾ തുടങ്ങി വെച്ചു. എടാ, ഞങ്ങൾക്ക് ഏത് പാട്ടാണ് ഞങ്ങൾക്ക് പാടാൻ പറ്റും. അവിടെ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങി, നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങള് ബലഹീനരാണ്. പിന്നെ ഇവിടെ ചെളിയാണല്ലോ പതുക്കെ. എനിക്കണ്ട ചെളിയല്ല. നിങ്ങളിത് കാണുക. മെറിയുടെ അത് സൂപ്പറായ പാട്ട് കേട്ടോ. എത്രയോ നല്ല മലയാള പാട്ടുകളുണ്ട്. അതിൽ ഏറ്റവും വിന്റേജ് ടച്ചിലേക്കാണ്. അകത്ത് പാട്ട് മത്സരമായെല്ലാം ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുറത്തെ ഭംഗി കണ്ട് നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇട്ടേക്കുന്നതുകൊണ്ടാണ് അകത്ത് നടക്കുന്ന വോയിസ് ഒന്നും കേൾക്കാത്തത്. കുറച്ച് പുറത്തെ ഈ ഭംഗികളൊക്കെ കാണുമ്പം എങ്ങനെ അതൊന്ന് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഒരു സൈഡിൽ കൂടെ ഷൂട്ടിങ്ങും നടന്നു, അകത്തുള്ളിൽ പാട്ടും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തൂവെളിച്ചം നീ കണ്ണിൽ വെളിച്ചം. ഗൈസ് നോക്കിയേ, എന്ത് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നതെന്ന്. നോക്കിയേ, എന്ത് ലൈക്ക് ആ ദൂരെയുള്ള മലനിരകളും ആ ലൈക്ക് കോട മൂടിയിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ. സത്യം പറഞ്ഞാൽ ചെറിയ മഴ ചാറുന്നുണ്ടെന്ന് പറയുന്നത് ഈ മൂടി നിൽക്കുന്ന ക്ലൈമറ്റിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കണ്ടോ സൈൻ ബോർഡൊക്കെ, ഡേഞ്ചർ ലോറീസ് ടേണിംഗ് എന്നൊക്കെ പറഞ്ഞ.
ഇവിടുത്തെ UK ഗവൺമെന്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആണ്. ലൈക്ക് ഇതുപോലെ ഈ സൈൻ ബോർഡ്സ് ആണെങ്കിലും ഓരോ ഇതുപോലെ ചെറിയ ഈ റോഡിലൂടെ മറ്റു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കാണ്. നമ്മുടെ നാട്ടിലെ ഒരവസ്ഥയ്ക്കാണ് നമ്മൾ സ്റ്റക്കാ, സൈഡിൽ കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മുടെ റോഡിന്റെ സൈഡിൽ തന്നെ ലൈക്ക് അങ്ങനെ ഒരു ടേണിങ് അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അവിടെ ഒരു കർവ് പോലെ സ്പേസ് ഇട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരാൾ കയറ്റി നിർത്തിയിട്ട് മറ്റൊരാൾക്ക് പാസ് ചെയ്തു പോകും. എന്ന് അതിനൊരു പേര് പറയും, പാസിംഗ് പോയിന്റ് എന്നോ അങ്ങനെ എന്തോ. ലൈക്ക് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവിംഗ് റൂൾസ് ആണെന്ന് പറഞ്ഞാലും എല്ലാം ഇവിടുത്തെ റെസിഡൻസിനും സിറ്റിസൺസിനും ഒക്കെ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലാണ് UK ഗവൺമെന്റ് അതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങളങ്ങനെ ലോക് കാരൻ എന്ന തടാകത്തിന്റെ കീഴിലൂടെയാണ് ഇപ്പം യാത്ര ചെയ്യുന്നത്. ഇത് ബലക്നാവ പാസിന്റെ തൊട്ടു മുന്നേ ഉള്ള ചെറിയൊരു വില്ലേജ് ആണ്. ഈ ബലക്നാവ പാസ് കാണാൻ പോകുന്നവരെല്ലാവരും ഒന്നെങ്കിൽ ആപ്പിൾ ക്രോസിൽ അല്ലെങ്കിൽ ഈ ലോക് കാരനിലാണ് സ്റ്റേ അടിക്കുന്നത്. ഈ ലോക് കാരനിൽ അത്യാവശ്യം നല്ല സീനിക് വ്യൂസ് ആണ്. ചുറ്റും മലനിരകളും ആ ലോക്കിന്റെ ഇടയിലുള്ള സൺസെറ്റ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പം ഇതൊരു മെയിൻ ഒരു സ്റ്റെക്കേഷൻ സ്പോട്ട് തന്നെയാണ് ഈ ലോക് കാരൻ എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ മെല്ലെ ലോക് കാരൻ വിട്ടു. ഈ ലോക് കാരൻ കഴിഞ്ഞപ്പം തന്നെ അത്യാവശ്യം നല്ല കുത്തിനെയുള്ള കയറ്റവും കുഞ്ഞു റോഡുകളും ഒക്കെ ആയി മാറി. ഇവിടൊക്കെ ആൾതാമസം തന്നെ വളരെ കുറവാണ്. മെയിൻലി ഇവിടെ ഉള്ളത് കുറെ സ്റ്റെക്കേഷൻ സ്പോട്ടുകളും ലോഡ്ജുകളും അതുപോലെ ഹോട്ടലുകളും ക്യാമ്പ് സൈറ്റുകളും ഒക്കെയാണ്. ഇവിടെയൊക്കെയുള്ള ബസ് റൂട്ട് തന്നെ വളരെ ലിമിറ്റഡ് ബസ് മാത്രമാണ് ഈ വഴി കൂടെ പോകുന്നത്. നമുക്ക് ഈ റോഡ് തന്നെ കണ്ടാൽ അറിയാം, ഭയങ്കര നാരോ റോഡാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്തിട്ട് ഓപ്പോസിറ്റ് 1-2 വണ്ടിയൊക്കെയാണ് പാസ് ചെയ്യുന്നത്. മെയിൻലി ടൂറിസ്റ്റുകളാണ് ഇതുവഴി പോകുന്നത്. അങ്ങനെ വലിയ വണ്ടികൾ എന്ന് പറയുന്നത് ഞങ്ങൾ പോയിട്ട് ബസ്സുകളൊന്നും കണ്ടില്ല. പക്ഷെ ഉണ്ട്, ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ബസ് അവൈലബിലിറ്റി ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഇതുപോലെ ഹോട്ടലിൽ നിന്നുള്ള വരുമാനവും അല്ലെങ്കിൽ ക്യാമ്പ് സൈറ്റുകള്, ഹോസ്റ്റലുകള്. നമ്മൾ ഇന്ന് രാത്രി ആപ്പിൾ ക്രോസിൽ ബുക്ക് ചെയ്തേക്കുന്നത് ഒരു ഹോസ്റ്റലാണ്. നോക്കി അങ്ങ് ദൂരെ നോക്കി ഒരു വാട്ടർഫോൾ കാണാം നമ്മൾ പോകുന്ന വഴി. എന്ത് ഭംഗിയുള്ളൊരു വാട്ടർഫോൾ ആണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ. ഇവിടുത്തെ ഒരു ഹിഡൻ സംഭവങ്ങൾ, ഇതുപോലെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ നമുക്ക് ഈ NC500 റൂട്ടിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റോഡ് തന്നെ കണ്ടില്ലേ, എന്ത് മനോഹരമായ, 2 സൈഡിലും നല്ല മലനിരകളും. നമ്മുടെ ലഡാക്കിലൊക്കെ പോയ ഒരു ചെറിയൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ വരുന്ന രീതിയിൽ ചുറ്റും ഒരുപാട് മലകളും കോട മൂടിയ ദൂരെയുള്ള സീനുകളും അത്യാവശ്യം നല്ല സീനറികളും കാര്യങ്ങളൊക്കെയാണ്. ആൾ താമസവും ഇല്ല, അങ്ങനെ ആരുടെയും ശല്യവും കാര്യങ്ങളും ഇല്ലാതെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ കുറച്ച് നമുക്ക് അഡ്വഞ്ചറസ് രീതിയിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഈ ബലക്നാവ പാസ് എന്നൊക്കെ പറയുന്ന ഒരു അഡ്വഞ്ചറസ് റൈഡ് തന്നെയാണത്. ഈ യാത്രയുടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്ത വളവിന് ശേഷം എന്താണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ മലനിരകളുടെ ഇടയിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, പെട്ടെന്ന് കണ്ടോ നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറി. ഇപ്പം ഉടനെ തന്നെ അടുത്തത് ബീച്ച്, ഒരു തീരദേശ പ്രദേശത്തേക്ക് എത്തി. അത് കഴിഞ്ഞ് അടുത്തത് ചിലപ്പം ഒരു ലോക്കിന്റെ സൈഡിലൂടെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ പല 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 വെറൈറ്റികളായ ലാൻഡ്സ്കേപ്പുകൾ കാണാം. ഒരുപാട് ഭംഗിയേറിയ കാഴ്ചകൾ നമുക്ക് ഈ പോകുന്ന വഴി കാണാൻ പറ്റും. ഇനി കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബലക്നാവ പാസിലേക്ക് എത്താൻ വേണ്ടി. ഇതുവരെ കണ്ട NC500 റൂട്ടിൽ ഏറ്റവും കൂടുതൽ ആവേശം തോന്നിയ ഭാഗം ഇതായിരിക്കും. നമ്മൾ ഈ ഫോട്ടോകളിലും റീൽസിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ബലക്നാവ പാസ് നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നത് ഒരു ലോക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. ഇത് സ്കോട്ട്ലൻഡിന്റെ മറ്റൊരു വലിയ പ്രത്യേകത തന്നെയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ബലക്നാവ പാസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. കണ്ടോ, റോഡ് ടു ആപ്പിൾ ക്രോസ് എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നോക്കി എന്തൊരു നാരോ റോഡാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ ആ നേരെ കാണുന്ന ആ റൂട്ടാണ് ബലക്നാവ പാസിലേക്കുള്ള എൻട്രൻസ്. ഈ മല കയറി കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന താഴ്വരയിലാണ് ആപ്പിൾ ക്രോസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നിർത്തി ഇതേ സൈഡില് താഴേക്ക് ആ വെള്ളത്തിന്റെ അവിടെയൊക്കെ ഇറങ്ങുന്നവരുണ്ട്. കണ്ടോ, ഒരാളവിടെ ഇറങ്ങി നിൽക്കുന്നത്. ഈ ബലക്നാവ പാസിന്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ഇതിന്റെ മുകളിലേക്ക് എത്തുമ്പോഴായിരിക്കും കാണുന്നത്. നമുക്കിതേ കാണാം, നമ്മുടെ ലെഫ്റ്റ് സൈഡില് ഒരു കടലാണ്, ലൈക്ക് ഒരു തീരദേശം. നമ്മൾ നേരത്തെ
വരുന്ന വഴി കണ്ടില്ലേ, ആ കടലാണ് നമുക്ക് കാണുന്നത്. ദൂരെ ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം നമ്മുടെ ഒരു സൈഡിലൂടെ കടലും ഒരു സൈഡിലൂടെ മലയുമായിട്ട് നമ്മൾ ഇങ്ങനെ കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ബെലക്നാവ എന്ന പേര് ഒരു ഇംഗ്ലീഷ് വേർഡ് അല്ല, സ്കോട്ടിഷ് ഗെയിൽ ഭാഷയിലാണ് അത് ഉത്ഭവിച്ചത്. എന്ന് വെച്ചാൽ പാസ് ഓഫ് ദ കാറ്റിൽ എന്നാണ് അതിന്റെ മീനിങ്. പഴയ കാലത്ത് കന്നുകാലികളെ മലമുകളിലൂടെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന പാതയായിരുന്നത്. ഇന്ന് UK ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും അതേസമയം ഏറ്റവും മനോഹരമായ റോഡുകളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു. ഇപ്പൊ തന്നെ നമ്മൾ പോകുമ്പോൾ കാണാം, നമുക്ക് താഴെ ഒരു ചെറിയൊരു പോർട്ട് പോലെ കാണാൻ പറ്റും. അതാണ് കിഷോൺ ഹാർബർ. അത് ഈ ലോക്ക് കിഷോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും തടാകമാകണമെന്നില്ല. ഇതൊരു സീ ലോക്കാണ്. അതായത് കടലിന്റെ ഒരു ഭാഗം കരയിലേക്ക് കയറി വന്നപ്പോഴുള്ള ഒരു രൂപം. ഇവിടെ ഇപ്പം അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്ന് കുറച്ച് ഭാഗം കരയിലേക്ക് കയറി വന്നു. ഇതിന് അതൊരു സീ ലോക്കായി മാറി. അതാണ് ഈ ലോക്ക് കിഷോൺ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ബെലക്നാവ പാസ് കയറുന്നതിനിടയിൽ കിഷോൺ ഹാർബറും കണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങി. ഒരു വശത്ത് കടലും മറുവശത്ത് മലനിരകളും. ചെറിയ റോഡിലൂടെയുള്ള യാത്രക്കിടയിൽ വളരെ ഭംഗിയേറിയ കാഴ്ചകളായിരുന്നു നമുക്ക് കാണാവുന്നത്. ചുറ്റും മലകളും സൈഡിൽ കടലും. അതിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയായിരുന്നു. നമ്മൾ മുകളിലോട്ട് കയറും തോറും കടൽ അകന്നകന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വളരെയേറെ ആകാംക്ഷയായി ഇതിന്റെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് കാഴ്ചയായിരിക്കും നമ്മൾ കാണുമെന്നുള്ളത്. ഞങ്ങളെ എല്ലാവരെയും സർപ്രൈസ് ചെയ്ത് ഞങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു അതിഥിയും കൂടെ വന്നു. എന്തായിരിക്കും എന്നല്ലേ? ഒരു റെഡ് ഡിയർ. ഈ റെഡ് ഡിയറിനെ ഏറ്റവും അധികം നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ ഈ ഹൈലാൻഡ്സിലാണ്. അതിന്റെ വളരെ ഭംഗിയേറിയ കൊമ്പുകളും. ഒരുപാട് റെഡ് ഡിയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വണ്ടിയുടെ ഒച്ച കേട്ട് കുറേ എണ്ണം ഓടിപ്പോയി. കുറേ എണ്ണം ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ടടുത്ത് തന്നെ നിന്ന് പുല്ലൊക്കെ കഴിക്കുന്നു. അതൊക്കെ കാണാൻ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം നിന്ന് അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടുത്തെ മലനിരകളിൽ പുൽമേടുകളിലും സ്വതന്ത്രമായി ജീവിക്കുന്ന ഇവയെ നേരിൽ കാണുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. നമ്മൾ ഈ ഫോട്ടോസിലും ഡോക്യുമെന്ററികളിലും മാത്രമാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫിലും ഈ റെഡ് ഡിയറിനെ കാണുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമേറിയ ഒരു മൊമെന്റ് തന്നെയായിരുന്നു. നമുക്ക് അതിനപ്പുറം ദൂരെ നമുക്ക് ചെറിയ വാട്ടർഫോൾസും വെള്ളം ഒഴുകുന്നതും ഒക്കെ കാണാം. ഞങ്ങൾ മെല്ലെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി. ആ വെള്ളം ഒഴുകുന്ന ഡയറക്ഷനിലേക്കായിരുന്നു നമ്മുടെ യാത്ര. ഈ ബെലക്നാവ പാസ് സ്ഥിതി ചെയ്യുന്നത് 626 മീറ്റർ സീ ലെവലിൽ നിന്ന് 626 മീറ്റർ മുകളിലാണ് ഈ ബെലക്നാവ പാസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ യാത്ര ഇപ്പൊ അങ്ങോട്ടേക്കാണ്. ഇപ്പൊ തന്നെ ഹൈറ്റ് കൂടും തോറും നമ്മുടെ സ്കെയറി ഫീലിംഗും കൂടി. നോക്കിയേ, ഒരു സൈഡില് ചെറിയ രീതിയിൽ കൊക്കയൊക്കെ ആയി തുടങ്ങി. റോഡിന്റെ വലിപ്പം വളരെ കുറഞ്ഞു വന്നു. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ വളരെ അഡ്വഞ്ചറസും വളരെ സ്കെയറി ഫീലിംഗും തോന്നുന്ന റോഡുകളാണ്. ഞാൻ ഇനി അധികം വോയിസ് ഓവർ ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് പാസിംഗ് റൂട്ടും ഒരുപാട് സ്കെയറി ഫീലുള്ള വഴികളും ഒക്കെ കാണാം. ഞങ്ങളിങ്ങും അങ്ങും ബെലക്നാവ പാസിലെത്തുമ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. അതുവരെ നിങ്ങളുടെ ഈ യാത്ര വീഡിയോയിലൂടെ കണ്ടു നോക്കും.
വണ്ടി വരണം ഇവിടെ നിർത്തിക്ക്. ഇല്ല അത് കുഴപ്പമില്ല അതിങ്ങനെ നിർത്തിയാൽ മതി. ഇങ്ങനെ നിർത്തിയാൽ മതി. ഞാൻ വണ്ടി അങ്ങനെ വിട്ടു. പയ്യെ ആ വണ്ടിയുടെ കാര്യം കണ്ടിട്ടുണ്ട് ഈ വീഡിയോ. തോന്നുന്നു അത് കുറെ നേരം ഹോൾഡ് ആയിട്ട് ആരും പേടിക്കണ്ട. അങ്ങനെ ഞങ്ങൾ ബലക്നാബ പാസിന്റെ അങ്ങേയറ്റം മുകളിലെത്തി. എങ്ങനെയുണ്ടായിരുന്ന കാഴ്ചകളൊക്കെ? വളരെ മനോഹരവും അത്യാവശ്യം സ്കേറി ആയിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഈ അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ പാത്ത് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങ് മുകളിലെത്തിയപ്പം എന്നാൽ എന്തായാലും ഈ കണ്ട കാഴ്ചകളുടെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാമെന്ന് കരുതി ഞങ്ങൾ മെല്ലെ വണ്ടി റോഡിന്റെ സൈഡിൽ ഒതുക്കി. അവിടുന്ന് ഡ്രോൺ എടുത്ത് ടേക്ക് ഓഫ് ചെയ്യുകയും കാറ്റിന്റെ ഭയങ്കരമായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഏറ്റവും മുകളിൽ. ആ റെസിസ്റ്റൻസ് കാരണം ഡ്രോൺ നേരെ താഴോട്ട് ഒരു സൈഡിലേക്ക് വന്നു വീണു. അങ്ങനെ അതിന്റെ ഒരു പ്രൊപ്പല്ലർ അങ്ങോട്ട് എന്ത് പറയാനാ, നമ്മളെ സമയം ക്ലിയർ സമയമായിരുന്നു. അങ്ങനെ ഈ NC5 റോഡ് ട്രിപ്പിലെ ഡ്രോൺ ഷോട്ട്സിന് ഒരു അന്ത്യമായി. സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമായി. കാരണം വെച്ചാൽ ഒരുപാട് കാത്തിരിപ്പും ഒരുപാട് എക്സ്പെക്ടേഷൻസോടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ
ഈ റോഡ് ട്രിപ്പ് ചൂസ് ചെയ്യാനുള്ള കാരണവും ഒരുപാട് ഡ്രോൺ വീഡിയോസ് എടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളോടെ ഞാൻ വന്നതാണ്. അപ്പം ഡ്രോൺ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമം തന്നെ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ക്യാമറ മേടിച്ചു, ഡ്രോൺ മേടിച്ചു, ലാപ്ടോപ്പ് മേടിച്ചു, അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഇല്ലാതെ എപ്പോഴും എനിക്കൊരു സന്തോഷം തന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രോൺ തന്നെ ആയിരുന്നു. എല്ലാവരോടും പറയും ഒരിക്കലും ഡ്രോൺ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ആ ഏരിയൽ വ്യൂസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര മൈൻഡിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതിന്റെ നമുക്ക് ആ ഔട്ട്പുട്ട് കാണുന്ന ഒരു സമയത്ത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും വണ്ടി എടുത്ത് നമ്മുടെ ആപ്പിൾ ക്രോസിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ കയറിയ ബലക്നാവ പാസ് ഒരു സൈഡിൽ കൂടെ കയറി അങ്ങേ അപ്പുറത്തെ അറ്റത്തോടെ നമുക്ക് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വീണ്ടും ഒരു തീരദേശത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന്റെ പോകുന്ന യാത്രയുടെ കാഴ്ചകൾ കാണാം മുന്നോട്ടുള്ള. അങ്ങനെ ഞങ്ങൾ ബലക്നാവ പാസ് ക്രോസ് ചെയ്ത് അതിന്റെ താഴ്വാരത്തുള്ള കടൽ തീരപ്രദേശമായ ആപ്പിൾ ക്രോസിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ഇന്ന് യാത്രയിലെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരുന്നത്. അടുത്ത ഞങ്ങളുടെ മുന്നിലെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ രാത്രി 10 മണിക്ക് അടുത്തായി. ഇനിയും റെസ്റ്റോറൻറ്റ്സോ, അതൊരു കുഞ്ഞു ഗ്രാമമാണ്, അവിടെ വല്ല റെസ്റ്റോറൻറ്റോ ചെറിയ ഗ്രോസറി ഷോപ്സോ അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കോമഡേഷനിൽ തന്നെ ഫുഡ് ഫെസിലിറ്റീസ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ടേക്ക് കുതിച്ചു. പിന്നെ ഇതൊക്കെയാണല്ലോ ഒരു റോഡ് ട്രിപ്പിലെ കുറച്ച് നമ്മളെ പുതിയ പുതിയ എക്സ്പീരിയൻസസ് തരുന്നത്. എന്തായാലും നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് ബാക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല അഡ്വഞ്ചറസും കുറച്ച് ലോങ് വീഡിയോ ആയിരുന്നു, പക്ഷെ നല്ല അഡ്വഞ്ചറസും എല്ലാവരും കണ്ടിരിക്കേണ്ട കുറെ നല്ല കാഴ്ചകളുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഈ NC500 ട്രൈ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബലക്നാവ പാസ്. ഇതുപോലുള്ള ട്രാവൽ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ആപ്പിൾ ക്രോസിലെ അക്കോമഡേഷൻ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം. അപ്പം താങ്ക് യു, ബൈ.